ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള മെസ്സേജസ് ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള മെസ്സേജസ്. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയോ ഒപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് റിവീൽ എന്നാണ്. അതായത് ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. അതായത് എന്തെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും സംതിങ് എന്തെങ്കിലും മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളോട് തുറന്നു പറയാൻ, നിങ്ങളോട് പല സത്യങ്ങളും തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. മെന്റ് ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. ഗിൽറ്റി ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്റ്റ്. അതായത് പുള്ളി ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാകാം. പുള്ളി എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുള്ളി ഒരു കമ്മിറ്റ്മെന്റ് തരാതിരുന്നിട്ടുണ്ടാകാം. എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടുപോയി കിടന്നതായിരിക്കാം. പെട്ടുപോയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ അതിലൊക്കെ ഒരു ഗിൽറ്റി ഫീൽ ചെയ്യുന്നു. പുള്ളി തന്നെ ഒപ്പിച്ച പല കാര്യങ്ങൾക്കും പുള്ളിക്ക് തന്നെ ഒരു പെയിൻ ആയിട്ട്, അതായത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തന്നെ ഒരു പെയിൻ ആയിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പൊ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഫിക്സ് ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കമ്മിറ്റ്മെന്റ് തരാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാനും ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളോട് ചെയ്ത ഒരു കാര്യം വിഷമത്തോടു കൂടി ഓർക്കുന്നു. ഓക്കെ, ഇൻസെപ്പറബിൾ അവർ ലവ് ഈസ് ഓൾവേസ് ദർ റെസ്പെക്ട് ദ ഡിസ്റ്റൻസ്. ഇപ്പൊ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫിസിക്കലി മെന്റലി സെപ്പറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പഴയ പോലെ ഒരു അടുപ്പം കാണിക്കുന്നുണ്ടാവില്ല, പഴയ പോലെ മെസ്സേജോ കോൾസോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളോടുള്ള ഒരു ലവ്, അവർ ലവ് ഈസ് ഓൾവേസ് ദർ. അതിപ്പോ എത്ര ഡിസ്റ്റൻസിലിരുന്നാലും നിങ്ങളോട് എത്ര എന്താണ് വഴക്കിട്ട് പോയിട്ടുണ്ടെങ്കിലും, കണക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിലും, ബ്രേക്കപ്പ് ആയിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിലും നിങ്ങളോടുള്ള ഒരു ലവ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡേ ഡ്രീമിങ് ഐ ആം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു. അതായത് ചില ആളുകൾ ഡേ ഡ്രീമിങ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഈ ഡേ ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആ ഒരു എന്താ പറയാ, ദിവാസ്വപ്നം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെയും പറയാം. അപ്പൊ നിങ്ങളൊരു എന്തെന്ന് ചിലപ്പോ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം നിങ്ങളോടുള്ള കാര്യങ്ങളൊക്കെ മെമ്മറിയിൽ കൊണ്ടുവന്നതൊക്കെ ഒരു എന്താ പറയാ, ചില കാര്യങ്ങൾ നിങ്ങൾ തമ്മിലുള്ള ചില ജോക്സോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള പല കാര്യങ്ങളും എന്താ ഓർത്ത് ഒരു കാര്യങ്ങളൊക്കെ മൈൻഡിലോട്ട് വരുന്നതായിരിക്കാം. I am always longing for you. Unfinished business. We still have things to resolve and discuss. അതായത് നിങ്ങൾക്ക് ഇടയിൽ കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്ക് ഇടയിൽ കുറച്ച് തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ വന്നിട്ടുള്ള ഏതെങ്കിലും തേർഡ് പാർട്ടി കാര്യങ്ങളോ, നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് അതൊരു ഡിസ്കസ് ചെയ്തതെല്ലാം എന്താ പറയുക, സോൾവ് ചെയ്യണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ പല പ്രശ്നങ്ങളുണ്ടാകാം, നിങ്ങളുടെ ഇടയിൽ പല കാര്യങ്ങളുണ്ടാകാം. ആ കാര്യങ്ങളെല്ലാം മാറ്റി അതെല്ലാം സോൾവ് ചെയ്യണം, ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സീക്രട്സ് ഐ ഹാവ് നോട്ട് ടോൾഡ് യു എവറിത്തിങ്. അതായത് ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ജീവിതത്തിലെ പല കാര്യങ്ങളും ഉണ്ടാകും.
അതൊന്നും നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല. ഓക്കേ. ന്യൂ ചാപ്റ്റർ, ഡാമേജ്, അണ്ടർസ്റ്റാൻഡിങ്, സോൾ കോൺട്രാക്ട്. ഓക്കെ. അതായത് നിങ്ങൾ രണ്ടു കൂട്ടരും അപ്പൊ ഇത് ബ്രേക്കപ്പ് ആയിട്ടുള്ള കുറച്ച് ആളുകളോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ പോയി നിങ്ങളോട് പഴയ രീതിയിലുള്ള അടുപ്പം കാണിക്കാത്ത ആളുകളോ ആയിരിക്കും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഡാമേജ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംതിങ് എന്തെങ്കിലും ഒരു ഡാമേജ്, ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ബ്രോക്കൺ സിറ്റുവേഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ രണ്ടു കൂട്ടർക്കും നിങ്ങൾ വിഷമിക്കുന്നത് പോലെ തന്നെ പുള്ളിക്കും വിഷമം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അണ്ടർസ്റ്റാൻഡിങ്, ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. അതായത് നിങ്ങൾ ചിലപ്പോൾ ഈ പുള്ളിനെ പറ്റി വിചാരിക്കുമ്പോൾ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ പറ്റി ചിന്തിക്കുന്നില്ല, എന്നെ പറ്റി ഓർക്കുന്നില്ല, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്, അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറി ഇതാണ്, എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതാണ്. പക്ഷെ അതൊന്നും കാണാതെ ആ വ്യക്തി പോയി കളഞ്ഞു, അല്ലെങ്കിൽ ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല. പക്ഷെ അവര് ഉദ്ദേശിക്കുന്നത് ഞാൻ നിങ്ങളുടേതായിട്ടുള്ള, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്തിപ്പോൾ ഓർക്കുന്നു, നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോൾ കോൺട്രാക്ട്. ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗോട്ടൺ. അതായത് നിങ്ങൾ ഇപ്പൊ നമ്മളൊരു റിലേഷൻഷിപ്പിലാവുമ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ ആ റിലേഷൻഷിപ്പിൽ ഇപ്പൊ ഒരു വ്യക്തി, ഇപ്പൊ ആരും ആയിക്കോട്ടെ, ഒരു വ്യക്തി നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി നല്ലതും കാണിക്കും ചീത്തയും കാണിക്കും. അപ്പോ നമ്മൾ ആ ചീത്ത കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ഒരുപാട് വിഷമിക്കും, ദുഃഖിക്കും, പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കുറെ നാൾ കഴിയുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൽ അതൊരു ലെസൺസ് ആയിട്ട് നമ്മളത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനായിട്ട് നോക്കും. അപ്പൊ ഈ വ്യക്തി പറയുന്നത് കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ ഒരു ലെസൺ ആയിട്ട് എടുത്തു എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നമുക്ക് ഈ ഡെക്കിൽ നിന്നും കൂടി മെസ്സേജസ് എന്താണെന്ന് നോക്കാം. ഓക്കെ. ഐ ആം സ്കെയർഡ് ഓഫ് റിജക്ഷൻ. അതായത് ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വഴക്കിട്ട് പോയിരിക്കുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ? അത് പുള്ളിക്ക് ചിലപ്പോൾ കുറച്ച് ഈഗോ ഉള്ള മനുഷ്യനായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേക്കുന്ന കാര്യങ്ങളും മനസ്സിന് ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബന്ധം ഇല്ലാന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പഴയ പോലെ സ്നേഹിക്കുമോ? ഐ ആം അഫ്രൈഡ് ടു ലൂസ് യു. ഞാൻ നിങ്ങളെ നഷ്ടപ്പെടുന്നതിൽ ഞാൻ പേടിക്കുന്നു. ഇറ്റ്സ് ഓൾ ടു മച്ച്. ഐ ഡോണ്ട് വാണ്ട് ടു ബി അലോൺ. അപ്പൊ ഇത് ഇപ്പൊ നിങ്ങളുടെ ഇത്രയും നാളില് ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് തന്നെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, അവർക്കും ബുദ്ധിമുട്ടാണ്. അതെല്ലാം ഒരു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യങ്ങളായിട്ട് മെന്റലി പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇറ്റ്സ് ഓൾ ടു മച്ച് എന്ന് പറയുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു ബി അലോൺ. ഞാൻ ഒരിക്കലും ഒറ്റക്കാകാനായിട്ട് എനിക്ക് പറ്റില്ല, എനിക്ക് ഒറ്റക്കാകാൻ ആഗ്രഹമില്ല. വാട്ട് ഈസ് ദ ട്രൂത്ത്? അതിനെന്തോ പറയാനാ ഇപ്പൊ. അതായത് എന്താണ് എല്ലാത്തിന്റെയും കൂടി സത്യാവസ്ഥ, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അത് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും മാത്രമേ അറിയുള്ളൂ. ചൈൽഡ്ഹുഡ് ട്രോമ ഒന്നല്ലെങ്കിൽ കാണുന്നവർക്കായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ചെറുപ്പത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ബുദ്ധിമുട്ടോ വിഷമങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരെയും പോലെയുള്ള ഒരു ചൈൽഡ്ഹുഡ് ആസ്വദിക്കാനോ എന്തെങ്കിലും ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടന്നിട്ട് അത് ആ വ്യക്തി വളരുന്നതോടൊപ്പം അത് ആ ഒരു കാര്യം വളർന്നത് ഹീൽഡ് ആകാതെ അത് ട്രോമ സ്റ്റേജിലോട്ട് മാറിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. പീപ്പിൾ ഡോണ്ട് ബിലീവ് ഇൻ മീ, അതായത് ഇയാളുടെ കൂടെയുള്ള വ്യക്തികളോ അല്ലെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ കൂടെയുള്ള സറൗണ്ടിങ്സിലുള്ള അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ആളുകളോ ഇങ്ങേരെ അല്ലെങ്കിൽ ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഈ മനുഷ്യനെ വിശ്വസിക്കുന്നില്ല. ഓക്കെ, പ്ലീസ് ഡു വാട്ട് ഈസ് ബെസ്റ്റ് ഫോർ യുവർ ഹാർട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക. സെക്സ് വിത്ത് യു. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ്. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജസ് എന്താണെന്ന് നോക്കാം. Okay, success, get more information, unlikely, there is something better, ask for help from others, reconsider. നിങ്ങളുടെ ജീവിതത്തിലോട്ട് നിങ്ങൾ ഒരുപാട് എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് മുടങ്ങിപ്പോയ പല കാര്യങ്ങളോ, ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, കരിയർ സംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ, ഏതെങ്കിലും ഒരു പ്രൊഫഷൻ വൈസ് എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാനോ, ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാനോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും നടക്കില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്തോട്ട് തന്നെ അട്രാക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വ്യക്തത, അതായത് എനിക്കിത് ഫീൽ ചെയ്യുന്നത് കൂടുതലും ഒരു കരിയർ സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊന്ന് കൂടുതലായിട്ടൊന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ആക്ഷൻസ് എടുക്കാൻ നോക്കുക. അല്ലാതെ നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തതയില്ലാതെ നമ്മൾ എന്ത് തുടങ്ങിയിട്ടും കാര്യമില്ല. അപ്പൊ ആ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അൺലൈക്ലി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും മാറ്റുക. റീകൺസിഡർ. ഇപ്പൊ റീകൺസിഡർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വ്യക്തി എന്ന് പറയുന്നത്, അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന ആളുകൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാ രീതിയിലും ഫിസിക്കലി മെന്റലി സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പോൾ റീകൺസിഡറേഷൻ ഉണ്ടാവും. റീകൺസിഡറേഷൻ സാധ്യമാണെന്ന് തന്നെയാണ്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങാൻ പറ്റാത്ത പല കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒതുങ്ങാൻ പറ്റാത്ത പല കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ, അത് ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ളവരോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ, നിങ്ങൾക്ക് നന്മ വരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് മാത്രം ഷെയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം, ഒരു വ്യക്തത, ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിനോ കരിയർ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനോ നിങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റി വരണം. ആ ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം ചോദിക്കുക. ദർ ഈസ് സംതിങ് ബെറ്റർ. അതായത് യൂണിവേഴ്സ് നിങ്ങൾ ഇതിൽ നിന്ന് പിടിവിടുന്നില്ല. നിങ്ങൾക്ക് പുതിയൊരു കാര്യം തരാൻ യൂണിവേഴ്സ് തയ്യാറാണ്. പക്ഷേ നിങ്ങൾ ഇത് പിടിവിട്ടാൽ നിങ്ങൾക്കത് തരാൻ തയ്യാറാണ്. നിങ്ങളിത് പിടിവിടുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ there is something better, നിങ്ങൾക്ക് പുതിയൊരു കാര്യം തരാൻ തയ്യാറാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.